ഈ സംഘനുഭാവം പലയിടത്തും പ്രകടിപ്പിച്ചു എന്നുള്ള രീതിയിൽ വിമർശനം ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയകളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ BJP-യുടെ ഭാഗമാണെങ്കിൽ NDA-യുടെ ഭാഗമായിരുന്ന പാർട്ടികൾ കൂടി ചേർത്ത് ആ വിമർശനങ്ങൾ ഇപ്പോൾ ശരിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അല്ല, അങ്ങനല്ല. ഞാൻ രാജ്യത്തിന് അനുകൂലമായി സംസാരിച്ച സമയത്തൊക്കെ എന്നെ സംഖ്യയാക്കുകയാണ് ചെയ്തത്. അതായത് ശരികൾ സംസാരിക്കുന്ന സമയത്ത് സംഖ്യയാകുന്ന ഒരു കുഴപ്പയോടുണ്ട്. ഓക്കെ, അത് ഇപ്പോൾ ഒരുപക്ഷെ ഞാൻ മാത്രമല്ലെന്ന് തോന്നുന്നു. കേരളത്തിൽ നമ്മളിപ്പോൾ ഒരു പൊതുവിഷയം വന്നു കഴിഞ്ഞാൽ ആ പൊതുവിഷയത്തിൽ നമ്മളൊരു അഭിപ്രായം പറയുമ്പം ആ ശരി ചില ആൾക്കാർക്ക് ശരിയല്ലാതെ തോന്നിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചാർത്തപ്പെടുന്ന ഒരു മുദ്രയാണ് സംഖ്യ എന്നുള്ളത്. അങ്ങനെ പലപ്പോഴായിട്ട് എനിക്ക് സംഖ്യ വിളി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാൻ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും അവരുടെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴും ഞാൻ സംഖ്യയാണെന്നുള്ള വിളികൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ വിഷയത്തിൻ്റെ മെറിറ്റിലാണ് എല്ലായ്പ്പോഴും സംസാരിച്ചിട്ടുള്ളത്. നാളെയും അങ്ങനെ തന്നെ ആയിരിക്കും സംസാരിക്കുന്നത്. എന്താണ് സംഖ്യ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, പൂർണ്ണമാണോ പകുതിയാണോ? അഖിൽമാരാണെന്നാണ് വിളിച്ചോണ്ടിരുന്നത്. പഹൽഗാം വിഷയത്തിൽ BJP കേസ് കൊടുക്കുന്ന സമയത്ത് പറഞ്ഞത് ഇന്ത്യയിൽ രാജ്യസ്നേഹം എന്നത് മോഡി സ്നേഹം എന്നും RS സ്നേഹമായി എന്ന് മാറുമെന്ന് ആശങ്കപ്പെട്ട ഒരാളാണ് അഖിൽമാർ. ഇപ്പം ആ കൂട്ടത്തിലേക്കാണ് അഖിൽമാർ ആ ചേരുകയും വ്യത്യാസമുണ്ട് അതിനകത്ത്. ഞാൻ അന്നും പങ്കുവെച്ചത് ഒരു തീവ്ര രാജ്യസ്നേഹിയുടെ പ്രതികരണം തന്നെയായിരുന്നു. അത് മനസ്സിലാക്കാൻ അന്ന് കുറച്ച് നമ്മളെ കേരളത്തിലുള്ള സംഘപരിവാറിൻ്റെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയി. അതെന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിച്ചത് ഇന്ത്യ പാകിസ്ഥാനെ അടിച്ചില്ലാതാക്കുമെന്നുള്ളതാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മളതിൽ നിന്ന് പിന്തിരിഞ്ഞപ്പോൾ അത് ഒരു വൈകാരികമായിട്ടാണ് ഞാൻ എടുത്തത്. ഒരുപക്ഷെ അതിന് പല കാരണങ്ങളുണ്ടാവാം. എന്താണ് പാകിസ്ഥാൻ നമ്മളുമായി ചർച്ച നടത്തിയെന്നുള്ളത് പെട്ടെന്ന് വൈകുന്നേരം ഒരു വാർത്ത കേൾക്കുന്ന സമയത്തുണ്ടായ ഒരു മാനസിക വിഷമം. അതായത് ഇന്ത്യ പാകിസ്ഥാനെ തകർക്കുമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരുവന് പെട്ടെന്ന് ഇന്ത്യ പിന്മാറി എന്ന് തോന്നിയതിലെ വിഷമമാണ് സത്യസന്ധമായി പറഞ്ഞാൽ പങ്കുവെച്ചത്. പക്ഷേ പിന്നീട് അമേരിക്ക എന്താണ് ഇന്ത്യയുടെ അടുത്തേക്ക് വരുന്നതും ഈ ഏറ്റവും റീസെൻ്റായിട്ട് നമ്മൾ കാണുന്നത് ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യ എന്താണ് തങ്ങളുടെ നിലപാടിൽ ഉറച്ചതെന്നുള്ളതാണ്. ഇപ്പോൾ മോദിജി തന്നെ ഒരു തവണ പോലും US-ഉമായിട്ടുള്ള ബന്ധങ്ങളിൽ വളരെ സ്ട്രിക്റ്റ് നിലപാടാണ് സ്വീകരിച്ചത്. അവിടെ ഞാൻ അന്ന് താരതമ്യം ചെയ്ത് അതായിരുന്നു. കാര്യം ഇന്ത്യ ഒരു രാജ്യത്തിൻ്റെ മുന്നിലും തലകുനിക്കാൻ പാടില്ല. ഒരു രാജ്യവും പറയുന്ന കേട്ട് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറരുത് എന്നുള്ള ഒരു രാജ്യസ്നേഹിയുടെ അഭിപ്രായമാണ് ഞാൻ അവിടെ പങ്കുവച്ചത്. അതേ അഭിപ്രായം എനിക്ക് മാറ്റേണ്ട ഒരു പ്രശ്നം വന്നിട്ടില്ല. കാരണം നിങ്ങൾ നോക്കൂ, എന്താണ് US-ഉമായിട്ട് ഇന്ത്യ പിന്നീട് എടുത്ത നിലപാട്? US എന്ത് പറഞ്ഞാലും ഇവിടെ തീരുമാനിക്കുന്നത് ഇവിടെ തീരുമാനിക്കത്തുള്ളൂ എന്നെടുത്തു. അവസാനം US ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്.